അപ്പോൾ നമുക്ക് ഉച്ചയൂണ് റെഡിയാക്കിയാലോ? ഞാൻ കഞ്ഞിക്കുള്ള വെള്ളം സ്റ്റവിന്റെ മുകളിലേക്ക് തിളപ്പിക്കാനായിട്ട് എടുത്ത് വെക്കുന്നുണ്ട്. ചോറിനൊപ്പം തക്കാളിയും മുരിങ്ങാക്കോലും കൂടി തേങ്ങ അരച്ച് വെച്ചൊരു ചാറ് കറിയും വെണ്ടക്ക മെഴുക്കുവരട്ടിയും പാവക്ക മെഴുക്കുവരട്ടിയും ഉണ്ടാക്കാന്നാണ് കേട്ടോ കരുതുന്നത്. സ്റ്റവിൽ വെച്ചിരുന്ന വെള്ളം തിളച്ചു വന്നപ്പോൾ അതിലേക്ക് അരി കഴുകി വാരി ഇട്ടിരുന്ന കേട്ടോ ഞാൻ. ഇനി കറിക്കുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ കേട്ടോ. ശരിക്കും തക്കാളി മുരിങ്ങാക്കോലും ഒരു മാങ്ങയും കൂടി ഇട്ട് മൺചട്ടിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പക്ഷെ അതിന് പറ്റിയ മൺചട്ടി എന്റെ കയ്യിലില്ല. അതുകൊണ്ട് ഞാനൊരു കടായിലാണ് കേട്ടോ ഇത് റെഡിയാക്കാൻ പോകുന്നത്. കടായിൽ ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളായി നുറുക്കി അതിലേക്ക് മുരിങ്ങാക്കോലും 2 പച്ചമുളകും 2 വെളുത്തുള്ളി ചതച്ചതും കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഞാനൊന്ന് അടപ്പത്ത് വെച്ച് വേവിക്കാൻ പോവാണ് കേട്ടോ. കഞ്ഞി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അത് ഞാൻ തെർമൽ കുക്കറിലേക്ക് ഇറക്കി വെക്കുകയാണ്. തേങ്ങ അരച്ച് കറി വെക്കാന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ കാറ്റും മഴയും കാരണം കറണ്ട് പോയോണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ചാണ് കേട്ടോ ഞാൻ കറി റെഡിയാക്കുന്നത്. തേങ്ങ അരക്കുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി മുളകുപൊടിയും കൂടി ഞാൻ ചേർക്കാറുണ്ട്. കറണ്ട് പോയതുകൊണ്ടേ കഷ്ണങ്ങൾ വേവിക്കുന്നതിലേക്ക് മഞ്ഞപ്പൊടി മുളകുപൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കറണ്ട് നോക്കിയെന്നാല് ചിലപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് കറി കൂട്ടി ഭക്ഷണം കഴിക്കലുണ്ടാവില്ല. അതുകൊണ്ട് കുറച്ച് തേങ്ങാപ്പാൽപ്പൊടി ഉണ്ടായിരുന്നത് ചൂടുവെള്ളത്തിൽ കലക്കി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിക്കുന്നുണ്ട് കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തത്. ഞാൻ ഒരിടപ്പത്തെ ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കി കടുക് പൊട്ടിച്ച് സവാളയും പച്ചമുളകും കൂടി വഴറ്റി അതിൽ കുറച്ച് മഞ്ഞപ്പൊടി തേങ്ങ കൊത്തിയരിഞ്ഞതും പാവക്കയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു. അവയ്ക്ക വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയതും കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് ഒന്ന് 2 മിനിറ്റ് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അത് അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് തക്കാളിക്കറി ഒന്ന് താളിച്ചിടാം കേട്ടോ. ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് കടുക് പൊട്ടിച്ച് ചെറുള്ളി വട്ടത്തിൽ അരിഞ്ഞതും 2 വറ്റൽമുളകും കുറച്ച് വേപ്പലയും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി താളിച്ചത് കറിയിലേക്ക് ചേർത്ത് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും തേങ്ങ അരച്ച് വെക്കുന്നതിന്റെ രുചി ഒന്ന് വേറെയാണ് കേട്ടോ. ആ രുചി തേങ്ങാപ്പാൽ ഒഴിച്ചാൽ കിട്ടില്ലേ. വെണ്ടക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് മസാലയൊക്കെ പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് ഈ വെണ്ടക്ക ഇട്ട് ഞാനൊന്ന് മെഴുക്കുവരട്ടി റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് പപ്പടവും കൂടി വറുത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഉച്ചയൂണ് റെഡിയായി കഴിഞ്ഞാട്ടാ. അപ്പൊ നല്ല ചൂടൻ ചോറും തക്കാളി മുരിങ്ങാക്കോലും തേങ്ങാപ്പാൽ ഒഴിച്ചു വെച്ച കറിയും പാവക്ക മെഴുക്കുവരട്ടിയും വെണ്ടക്ക മെഴുക്കുവരട്ടിയും പിന്നെ പപ്പടവും ഇതെല്ലാം കൂട്ടി ഞങ്ങൾ പോയി ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.